ബീറ്റർ ഇല്ലാണ്ടും നമുക്ക് മിക്സിയിൽ എഗ്ഗ് ബീറ്റ് ചെയ്ത് കേക്ക് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബീറ്ററുള്ള പോലെ അത്ര ഫ്ലഫി ആയി കിട്ടൂല. ബീറ്റർ വെച്ച് ചെയ്യണ മാതിരി മിക്സിയിൽ ചെയ്താൽ കിട്ടൂല. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ബീറ്ററിൻ്റെ 1000 രൂപയിൽ താഴെയുള്ള ബീറ്ററിൻ്റെ സത്യസന്ധമായ റിവ്യൂ ആയിട്ടാണെന്ന് വന്നിരിക്കുന്നത്, അൺബോക്സിങ്ങും. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള റിവ്യൂ ആണത്. അപ്പോൾ എന്തായാലും അഫീസ് നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതേപോലത്തെ ഒരു ബോക്സാണ് വന്നത്. ഇങ്ങനൊരു പാക്കിംഗ് ആയിരുന്നു. പിന്നെ അൺബോക്സിങ്ങിൻ്റെ കാര്യമൊന്നും പറയണ്ട. പിള്ളേരെല്ലാവരും കൂടി ഉണ്ടായിരുന്നു. നല്ലൊരു ഒന്നൊന്നര അൺബോക്സിങ് ആയിരുന്നു അത്. കുട്ടികളങ്ങനല്ലേ, എന്ത് കാര്യമായാലും അവർക്ക് ഒരു എക്സൈറ്റ്മെൻറ്റാണ്, അതെന്താണെന്നറിയാൻ, അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പേപ്പേഴ്സാണ്. തുറക്കുമ്പോൾ തന്നെ കിട്ടിയ പേപ്പറാണ്. റേറ്റൊക്കെ കാട്ടിയിട്ടുള്ള 650 രൂപക്കാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ. ഓർഡർ എടുത്തതിൻ്റെ ഇൻവോയ്സ് ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. 650 രൂപക്കാണ് ഇത് വാങ്ങിയത്, ഷിപ്പിംഗ് ചാർജ് അടക്കം 650 രൂപ. കുറേ ബ്രാൻഡ് ഉണ്ട് കേട്ടോ, ഇതേപോലത്തെ കുറേ ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. ഇതിപ്പോൾ സ്കാർലെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ സെയിം ഈ ഒരു കളറിൽ ഈ ഒരു മോഡലിൽ തന്നെ കുറേ ബ്രാൻഡുകൾ ആമസോണിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി അതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ ഇതേ ഇൻസ്ട്രക്ഷൻ പേജ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ പേജൊക്കെ ഉണ്ട്. പിന്നെ ബീറ്ററിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ ഇത് കുറേ പണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ അധികം അങ്ങോട്ട് ഉപയോഗിക്കാൻ എടുക്കാറില്ല. ഇപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കൽ ഇങ്ങനെ കൂടിയോടുകൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു ആവശ്യകത വന്നത്. അപ്പോഴാണ് ഇങ്ങനെ വാങ്ങിക്കണത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മേടിക്കണത് ബീറ്റർ, അതായത് സ്കാർലറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ്. പിന്നെ 220 വാട്ടാണ് ഇവിടെ എഴുതിയേക്കണം. അപ്പോൾ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ 220 വാട്ടും 50 ഹെർട്സും കുഴപ്പമില്ലാത്തൊരു കണക്കാണ് ബീറ്ററിന് വേണ്ടിയിട്ടാണ്, ബീറ്ററിൻ്റെ കാര്യത്തിൽ. പിന്നെ സൂപ്പർ ഹാൻഡ് മിക്സർ, അതിൽ മെയ്ഡ് ഇൻ ചൈനയാണ്. പല ബ്രാൻഡ് ഉണ്ട് കേട്ടോ, നല്ല നല്ല ബ്രാൻഡ് ഉണ്ട്. മെയ്ഡ് ഇൻ ജപ്പാൻ ബ്രാൻഡുകളൊക്കെ അവൈലബിൾ ആണ്. അതിനനുസരിച്ച് റേറ്റ് കൂടും, എന്നാലും അത്ര റേറ്റ് ഒന്നും വരില്ല. 1500 ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടും തോന്നുന്നു. ഇതിലുള്ള ഇതൊക്കെയാണ്. പിന്നെ കണ്ടത് 7 സ്പീഡാണ്. പിന്നെ ഈ ടൂള്, നമ്മൾ ഈ ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂള് കൂടാണ്ട് വേറൊരു ടൂളില്ലേ ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കുന്നത്, അത് ശരിക്കും മാവ് കുഴക്കാൻ, എന്ത് മാവായാലും കുഴക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതാണ് കാണുന്നത്. നമ്മളിതുവരെ ഉപയോഗിച്ചിട്ടില്ല, അങ്ങനെ ആരും ഞാൻ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. നമ്മളിങ്ങനെ കേക്ക് ഉണ്ടാക്കാനുള്ളൊരു ഇൻട്രസ്റ്റിൽ ഇരിക്കുമ്പോൾ തുടക്കത്തിൽ വാങ്ങിയാണ്. ഇതൊരു ലോങ് ടേം യൂസേജ് ഉദ്ദേശിച്ച് വാങ്ങിയതല്ല കേട്ടോ. ഇതെങ്ങനെ ഉണ്ട് എന്നൊന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് 1000 രൂപയ്ക്ക് താഴെയുള്ളത് അങ്ങനെ വാങ്ങിയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് വാങ്ങി ഒരു ഫസ്റ്റ് യൂസേജ് കഴിഞ്ഞ് രണ്ടാമത്തെ യൂസേജിൻ്റെ സമയത്ത് പെട്ടെന്നൊരു ഡും എന്ന് പറഞ്ഞൊരു സൗണ്ട് കേട്ട്, പ്ലഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കലേ. അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു വയറ് വിട്ട്. അപ്പോൾ ഞങ്ങളാകെ വിഷമിച്ചു, അയ്യോ ഇങ്ങനെ വിലക്കുറവിൻ്റെ വാങ്ങിയപ്പോൾ സംഭവിച്ചതാവുമല്ലേ എന്ന്. പക്ഷെ ഞാൻ റേറ്റിങ്സും റിവ്യൂ ഒക്കെ കുറേ നല്ലോണം വായിച്ചു നോക്കിയിട്ടാണ് വാങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ ഈ ബീറ്ററിൻ്റെ ഉള്ളിലത്തെ വയറ് വിട്ടതാണ്, അപ്പോൾ സോൾഡറിങ് വിട്ടതാണ്. അപ്പോൾ അത് ശരിയാക്കിയതിന് ശേഷം ഉണ്ടാക്കിയതാണ് ഈ കേക്കൊക്കെ. എഗ്ഗ് ബീറ്റ് ചെയ്തതും ഈ കേക്കുകൾക്കുള്ള ക്രീം ബീറ്റ് ചെയ്തതും ഒക്കെ ഈ ഒരു ബീറ്റർ വെച്ചിട്ട് തന്നെയാണ്. ആ ഒരു സംഭവത്തിന് ശേഷം, അത് ശരിയാക്കിയതിന് ശേഷം വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതിന് നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ലോണം നമ്മൾ യൂസ് ചെയ്ത്. പിന്നെന്താണ്, നമ്മളൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഒന്നല്ലല്ലോ ഇത് വാങ്ങിയിരിക്കുന്നത്, നമുക്ക് ജസ്റ്റ് വീട്ടിൽ നമുക്ക് ഇഷ്ടം തോന്നുമ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. വേറെ ബേക്കിംഗ് ഒരു ബിസിനസ്സായിട്ട് വിചാരിക്കുന്നവർ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വാങ്ങിയാൽ മതി, നല്ല വില കൊടുത്ത് തന്നെ വാങ്ങിച്ചാൽ മതി. ഇതിപ്പോൾ റേറ്റ് കുറഞ്ഞൊരു ബ്രാൻഡാണത്. പിന്നെ ഈ ഒരു ബീറ്റർ ഞാൻ 2019 ഒക്ടോബറിലാണ് വാങ്ങിയത്. അപ്പോൾ എടുത്ത വീഡിയോ ഫോട്ടോ ആണിത്. എന്നിട്ട് പിന്നെ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ റിവ്യൂ ചെയ്യുന്നത്. പിന്നെ ഇതിന് വാറണ്ടി കാർഡൊന്നും ഇല്ല ഇതിൻ്റെ കൂടെ, നമ്മൾ യൂസ് ചെയ്യണ പോലെ ഇരിക്കും അതിൻ്റെ കാര്യം. അപ്പോൾ വീഡിയോ അതിൻ്റെ പേണതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ താഴത്തെ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ മാത്രം പോരെ, ഇടയ്ക്ക് വീഡിയോ ഇടുമ്പോൾ വീഡിയോ കാണണം. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. അതിൽ 3 ഓപ്ഷൻസ് വരുന്നതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താലാണ് ഇനി എന്തൊക്കെ വീഡിയോസ് ഇട്ടാലും നോട്ടിഫിക്കേഷൻ ലഭിക്കാം.
പിന്നെ ടൈറ്റിലിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഒരു ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ആയി വരും. അതിൽ വേറെ വീഡിയോസിൻ്റെ ലിങ്കും പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെ ഒക്കെ ലിങ്ക് കൊടുക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്